ഹലോ, അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൊടുക്ക്. ഹായ് കൊടുക്ക്. ഹായ് ഹായ് ഹായ്. ഹായ് കൊടുക്കാണ്. അവിടെ 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 ഹായ് ഹായ്. ആ ഹായ് ഹായ്. എന്ത് കാണിക്കാ? എന്ത് കാണിക്കല്ലേ? അപ്പൊ ഇവളുടെ ഈ ഒരു വാശി കാരണം താൽക്കാലികമായിട്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് സ്ഥലം മാറ്റാണ്. ഞാൻ അച്ഛമ്മേന്റെ അടുത്ത് പോയി വരാന്ന് പറ. അയ്യോ, അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ മോളെയൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. മോൾക്ക് കുറച്ച് സമയം ഞങ്ങളുടെ അടുത്ത് നിൽക്കും, പിന്നെ കുറച്ച് സമയം അച്ഛൻ്റെ അടുത്ത് പോകണം, അമ്മേൻ്റെ അടുത്ത് പോകണം. അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടോളം നിൽക്കൂല. കാരണം ഇങ്ങനെ കിടന്ന് കളിക്കില്ല. അപ്പോൾ കാണുന്ന ഇങ്ങനെ ഗാലറി അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് സമയം അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കും, എൻ്റെ ഇപ്പം ബഹളം കേൾക്കും, അപ്പം ഞങ്ങൾ പോയിട്ട് എടുത്തു കൊണ്ടുവരണം. അങ്ങനെ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ റവന്യൂ കിട്ടി തുടങ്ങിയോ, റവന്യൂ എത്രയാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ യൂട്യൂബ് റവന്യൂ ആണ്. ഇപ്പം ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വരെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടാറില്ലേ, നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല, ഇങ്ങനെ കിട്ടാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ നല്ലോണം വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, പലരും കമന്റ് ഇടാൻ, ചേച്ചി ഡെയിലി വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാറുണ്ടെങ്കിൽ പോലും ഞാൻ ഇടാറില്ല. അതെന്തുകൊണ്ടാണ് ഇടാത്ത? സമയം കിട്ടൂല. കാരണം ഇപ്പൊ അതുകൊണ്ട് ഒന്ന്, പിന്നെ ഒന്ന് എനിക്ക് മടിയാണ്. സച്ചിനായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറ ഒക്കെ കുടിച്ച് കൊണ്ടുപോകുമ്പോൾ കുറച്ചൊരു മടിയുള്ളതുകൊണ്ട്, അതുകൊണ്ടാട്ടോ കല്യാണം കഴിഞ്ഞതോടുകൂടി മടി കൂടി. അതുകൊണ്ടാണ് വീഡിയോ കൂടുതലായിട്ട് ഇടാത്തത്. അപ്പം റവന്യൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞങ്ങൾക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ഒരു തിരക്കിട്ട ലൈഫിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സച്ചിനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ സമയം കിട്ടിയില്ല. നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാൻ ഇങ്ങനെ വെച്ച് മെസ്സേജ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് ചെയ്യാന്ന് വരും. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് റവന്യൂ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 20-നും 15-നും ഇടയിലാട്ടോ. അതിനുശേഷം വന്നിട്ടുള്ള റവന്യൂ ഒക്കെ ആണെങ്കിൽ ചില സാധ്യത ഡെയിലി വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതിലും കൂടിയിട്ടുണ്ട്. അത് വീഡിയോസ് ഇടാത്ത സമയത്താണെങ്കിൽ അതിലും കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലൊരു റവന്യൂ ഇവിടുന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മോളെ വെച്ചിട്ട് എനിക്ക് എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റൂല. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതിന് പുറമെ നമുക്കിപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൈസയും കൂടെ കിട്ടും കേട്ടോ. അപ്പം എന്താണെങ്കിലും സച്ചിനേട്ടനൊരു സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യവും കൂടെയാണ്. അപ്പോൾ ഈ വരുമാനം എന്ന് പറയുന്ന സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു 19 വയസ്സ് മുതലൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയതാണ്. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിലും ഫാർമസിയിൽ നിന്ന ടൈമിലാണെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ പാർക്കിൽ നിന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് നല്ലൊരു വരുമാനം എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നാറില്ല. ഇപ്പം ഞാൻ ആദ്യം ജോലിക്ക് പോയിരുന്ന പൈസ ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ അടവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടച്ചു വെച്ചാൽ വണ്ടീൻ്റെ അടവുകളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് അടച്ചു പോകുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ചിപ്പോൾ ചിലവുകളൊക്കെ കുറവാണല്ലോ. ഇപ്പോൾ സച്ചിനാണല്ലോ എൻ്റെ ചിലവൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. പിന്നെ നമുക്ക് മോളെ നോക്കിയിട്ട് എന്താ പറയുക, മോളെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്നത് ഒരു ഭാഗ്യമല്ലേ അല്ലേ? പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ എന്തെങ്കിലും സേവിങ്സ് വെച്ചുകൂടെ, അതേപോലെ തന്നെ ഗോൾഡ് വാങ്ങിയിട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന പൈസയിൽ കുറച്ച് പൈസ എൻ്റെ അടവിനൊക്കെ പോകാറുണ്ട്. പിന്നെ കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ സച്ചിനെ ഫുഡ് അടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ നല്ലോണം ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും അല്ലേ? യൂട്യൂബിലെ വരുമാനത്തിന്റെ പകുതിയും ഫുഡിൽ ഓൺലൈൻ തീർക്കലുണ്ട് രണ്ടാൾക്കാരും. പോണല്ലോ, ഞാൻ അത്രയും കഴിക്കില്ല. അല്ലാതെ പൈസ എടുക്കല് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. അപ്പൊ നമ്മളെ പൈസ എന്റെ പൈസ ഒന്നല്ലേ, എന്റെ എടുക്കാം പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും എടുക്കുക. അങ്ങോട്ട് സച്ചിനായിട്ടും തന്നെ കേട്ടോ കൂടുതലായിട്ട് പൈസ എടുക്കാറ്. പിന്നെ ഞാനിങ്ങനെ മീഷോയിലെ പ്രോഡക്റ്റുകൾ ഇപ്പം അടുക്കള അതന്നെ ഫുള്ള് ഒരു മീഷോയിലൊക്കെ ചെയ്യുന്നത് എന്തോരം ചെയ്യലെങ്കിൽ
അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ അടുക്കളയിലേക്ക് നമ്മുടെ എന്തൊക്കെ നമ്മൾ സ്ത്രീകളല്ലേ, അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ വാങ്ങാൻ തോന്നൂലേ, അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ പൈസ മാറ്റി വെക്കാറുണ്ട്. അങ്ങനത്തെ മാസങ്ങളിൽ ഞാൻ സച്ചിനേട്ടൻ ഒരു 5 പൈസ കൊടുക്കാറില്ല കേട്ടോ, കാരണം അത്രയും ഒന്നും കിട്ടാറില്ല. സത്യം പറഞ്ഞു കൊടുക്ക്. അല്ല കേട്ടോ, എന്റെ പൈസ മാക്സിമം സച്ചിനേട്ടൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്ത് ചെയ്യാ, സച്ചിനേട്ടൻ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ എൻ്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചു തരാം. അപ്പൊ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഉണ്ടാവും, സച്ചിനേട്ടൻ അയച്ചു തന്ന പൈസ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് മാസത്തില് സച്ചിനേട്ടൻ ഇപ്പൊ ഒരു 20,000 രൂപയാണ് അയച്ചു തന്നെങ്കിൽ 40,000 രൂപ തിരിച്ചെടുക്കും. ഞാനിത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ പൈസ എവിടെയും കാണാനില്ല. ആ പൈസ 10,000 ഉണ്ടെങ്കിൽ ഞാൻ 30,000 ഉണ്ടെങ്കിൽ അത് എടുത്തു പോകുമ്പോ 40 ആക്കി എടുത്തു പോകും. അതാണ്. അപ്പൊ എന്റെ പൈസ കൂടി എടുത്തു പോകും. അതൊരു ഐഡിയ ആണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പൈസ ഇട്ടിട്ട് പൈസ എടുക്ക, അതിലും എടുക്കാനാട്ടോ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ സേവിങ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. സേവിങ്സ് ഒക്കെ ഇനി മുതൽ ചെയ്തതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റിലും കുറച്ച് പേരിങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗോൾഡ് ഇട്ട് നടക്കുക, അല്ലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇതാക്കുന്നതിൽ നല്ലത്. ഞാൻ വിചാരിക്കും അയ്യോ അവരങ്ങനെ കഷ്ടപ്പെടല്ലേ, അവർക്ക് കൂടെ. അപ്പോൾ സച്ചിനേട്ടനാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഇവിടുത്തെ ഫാമിലി ആണെങ്കിലും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് ഇല്ലേ, ഞാൻ അങ്ങനെ പൈസ അവരെ സഹായിക്കാറുണ്ട്. ആ സമയത്ത് ഞാനൊരു സേവിങ്സ് വേണമെന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കണം എന്നുള്ളത് ഇല്ലേ. മോളും ആണുള്ളത്. അപ്പൊ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇപ്പൊ മുതലിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ച് ഞങ്ങൾ പറയാത്തതിന്റെ മെയിൻ കാരണം യൂട്യൂബ് റവന്യൂ കൊണ്ട് ഞങ്ങൾ വാങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനം പോലും ഇല്ല അല്ലേ. ഒരു സാധനം പോലും ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടില്ല. ആകെ വാങ്ങിയിട്ടുള്ളത് അമ്മയുടെ ഫോണാണ് അല്ലേ, ഫോണാണ്. പക്ഷെ അതും യൂട്യൂബ് റവന്യൂ അല്ലായിരുന്നു. എനിക്ക് കിട്ടിയ യൂട്യൂബ് റവന്യൂ ഞാൻ സച്ചിനേട്ടൻ്റെ അടുത്ത് മറിക്കാൻ കൊടുത്തപ്പോൾ ആ പൈസ കൊണ്ട് സച്ചിനേട്ടൻ വാങ്ങിയതാണ് ഫോണ്. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ കിട്ടിയ പൈസ എടുത്തിട്ട് വാങ്ങിയതല്ല. പിന്നെ വാങ്ങിയില്ലേ യൂട്യൂബ്. ഓക്കെ, അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ കൊണ്ട് ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തയ്യൽ മെഷീൻ. ഇങ്ങനെ സസ്പെൻസ് ഇട്ട് പറയ്. അല്ല, ഓട്ടോമാറ്റിക്കൽ തയ്യൽ മെഷീൻ. കറണ്ട് എന്താ പറയാ, കാലുകൊണ്ടും ചവിട്ടണ്ട, ഫുൾ ആക്സിലേറ്ററോ അടിയിൽ ആക്സിലേറ്റർ അല്ലേ. തയ്യൽ മെഷീൻ. അപ്പൊ തയ്യൽ മെഷീൻ വാങ്ങാനുള്ള മെയിൻ കാരണം, അതും സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ ആട്ടോ വാങ്ങിയത്. ഏകദേശം 16 രൂപ എല്ലാം കൂടെ വാങ്ങുമ്പോഴത്തേക്ക് 16 രൂപയുടെ അടുത്തായിട്ടുണ്ട്. എന്താണെങ്കിൽ ഇപ്പൊ ഞാനത് കിട്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ ഒരു തയ്യൽ മെഷീൻ വാങ്ങണം എന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പം ഇവിടെ അടുത്തുള്ള സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊന്നും എനിക്ക് അത്ര പരിചയമില്ല. അപ്പം നമ്മുടെ ചുരിദാർ ഒന്ന് സ്റ്റിച്ച് വിട്ടു പോയാൽ ഒന്ന് വണ്ണം കൂട്ടേണ്ടി വന്നാലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നത് വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് ഒരു ഇതാണല്ലോ, അങ്ങനെ വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു സന്തോഷം. അപ്പൊ ഞാൻ തയ്യൽ പഠിച്ചിട്ട് സച്ചിനോട് ഞാൻ പറഞ്ഞത് നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം ഞാൻ വാങ്ങിയത്. പക്ഷേ അതിനൊക്കെ സമയമുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം ഒന്നിനും സമയം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മിഷൻ കൊണ്ടുപോയിട്ടിട്ട് എനിക്ക് കൊണ്ടുവന്നത് ഇതൊന്ന് അടിച്ചു തന്നത്, ട്രൗസർ കീറിയത്. അത് സത്യമാണ്. എന്നിട്ട് ഞാനത് അടിച്ചു. എന്നിട്ട് വേണം നല്ലതിലേക്ക് പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ട് തന്നതാ. ഞാൻ ആദ്യമായിട്ട് തയ്യൽ മിഷൻ പഠിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടെ തയ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്താണ് ബേക്കിന്നൊരു സൗണ്ട് ആയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആപ്പിൻ്റെ കയ്യിൽ സൂചി കയറി. പിന്നെ അതിങ്ങനെ വലിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നെ മുതൽ ഞങ്ങൾ രണ്ടുപേരും തയ്യൽ നിർത്തി. പിന്നെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ അവിടെ ഇങ്ങനെ ചവിട്ടി നോക്കും, ഇങ്ങനെ അടിച്ചൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ വാങ്ങിയിട്ടാട്ടോ. അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു. 2-3 ഫസ്റ്റ് ഞങ്ങൾ എവിടെയായിരുന്നു സച്ചിനേട്ടാ പോയത്? തയ്യൽ മെഷീൻ വാങ്ങാൻ എവിടെ പോയത്?
നമ്മള് ഫസ്റ്റ് പോയി മുക്കത്ത് തന്നെ. മുക്കത്ത് പോയിട്ട് ഒരു ഷോപ്പ് കയറി ഏകദേശം എല്ലാം ഫിക്സ് ആയി. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ, രവിയേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വന്നിട്ട് ഇങ്ങനെ നമുക്കറിയില്ലല്ലോ ഇതിനെ കുറിച്ച്. അപ്പൊ അവർ അടിച്ചു നോക്കിയപ്പോ അത്ര സ്മൂത്ത് അല്ലാന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി 25,000 ഫ്രഷിന്. പിന്നെ നല്ല നോക്കി എടുക്കുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ പുതിയത് ഇപ്പൊ വാങ്ങണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് വേറൊരു കടയിലേക്ക് പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു, വേറൊന്നും 2-3 നോക്കിയാലും നല്ല സെലക്ട് നല്ല സാധനങ്ങളുണ്ട്. എന്നിട്ട് അന്ന് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അന്ന് ഞങ്ങള് അവിടുന്ന് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നാളെ ഞങ്ങൾ വന്ന് എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോന്നിട്ട് പിറ്റേ ദിവസം സച്ചിനേണ്ടും അവരും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോഴത്തേ റൂം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ 2 റൂമാണ് ഉള്ളത്. ഒന്ന് ഞാനും സച്ചിനേട്ടൻ കിടക്കുന്നത്, ഒന്ന് അമ്മയും അച്ഛനും കിടക്കുന്നത്, ഒന്ന് ഗസ്റ്റ് വരുമ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആ ഗസ്റ്റ് വരുമ്പോൾ കിടക്കുന്ന റൂം മൊത്തത്തിൽ കൊളായി കിടക്കായിരുന്നു. അപ്പോൾ ഞാനും സച്ചിനേട്ടനും അമ്മയും കൂടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് അവിടെ മിഷ്യൻ വെക്കാനും പിന്നെ എനിക്ക് സിസ്റ്റം വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു രാത്രി ഈ തയ്യൽ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ പറയാൻ വന്നത്. എൻ്റെ അടുത്ത വീഡിയോയിൽ തയ്യൽ മെഷീനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ പറയാൻ വന്നത്. എൻ്റെ യൂട്യൂബ് റവന്യൂ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം, അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചത് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും തയ്യൽ മെഷീൻ കേട്ടോ. എന്താണെങ്കിൽ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ തയ്യൽ മെഷീൻ കൊണ്ടിട്ടതിന് ശേഷം സമയം എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇപ്പൊ തയ്യൽ മെഷീൻ നോക്കണോ, യൂട്യൂബ് ചാനൽ നോക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളും. ഈ 3-ൽ ഏതിനാണ് കൂടുതൽ ഇത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ മോളെ അച്ഛനും അമ്മയും നോക്കും, പിന്നെ ഞാൻ നോക്കും, എല്ലാവരും നോക്കലുണ്ട്. ആദ്യം പറഞ്ഞത് ശരി. രണ്ടാമത് പറഞ്ഞത് സച്ചിനേട്ടൻ അങ്ങനെ നോക്കാൻ നിൽക്കൂല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ മോള് അത്ര വാശി പിടിക്കുന്ന സമയത്ത് സച്ചിനേട്ടൻ നോക്കും, അല്ലാണ്ട് അച്ഛനമ്മയെ നോക്കും. അച്ഛനേക്കാൾ കൂടുതൽ അമ്മ കേട്ടോ കൂടുതൽ സമയം നോക്കാം മോളെ. പിന്നെ അച്ഛൻ വന്നാൽ കുറച്ച് സമയം പുറത്തൂടെ ഒക്കെ കൊണ്ടുപോകാൻ അച്ഛനാണ് കുറച്ചുകൂടെ ഇത് നല്ലത്. അപ്പം മോൾ അവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവൾ ഉറക്കിയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു. എനിക്ക് അത്രയും ഉറക്കുണ്ട്. ഞാനാട്ടോ ഉറക്കാറ്. സച്ചിനേട്ടൻ അവിടെ കിടന്നിട്ട് നാളെ പണിയില്ലല്ലോ അല്ലേ. സച്ചിനേട്ടൻ ഇവിടെ വീട്ടിൽ തന്നെ ആട്ടോ പണി. അപ്പം വീട്ടിൽ തന്നെ ഞാൻ പണി എടുപ്പിക്കില്ല, വീട്ടിൽ വേറെ എന്തൊക്കെയോ പണിയുണ്ടല്ലേ. അതുകൊണ്ട് സച്ചിനേട്ടൻ ലീവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാളും കൂടെ മോളെ ഉറക്കിക്കോളും, എന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ട് എന്ത് വാങ്ങി, തയ്യൽ മെഷീൻ വാങ്ങി. അപ്പൊ അത് നിങ്ങളോട് പറയാൻ വേണ്ടിച്ചാൽ നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് റവന്യൂന്റെ കാര്യം ചോദിച്ചു. 15-20 ചിലപ്പോൾ മുകളിലോട്ട് പോവാം. പിന്നെ അങ്ങനെ ഒരു വരുമാനമാണ് കിട്ടുന്നത്. പിന്നെ പ്രൊമോഷന്റെ അങ്ങനത്തെ ഒക്കെയാണ് കിട്ടാറുള്ളത്. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. ഡെയിലി വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. ട്രിപ്പ് പോകാൻ പോവാണ്. എവിടെ? ഞാൻ വിചാരിച്ചു എന്നോട് പറയാണ്ട് സർപ്രൈസ് ആയിട്ട് വരാന്ന്. അല്ല സച്ചിനേട്ടാ, വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നത്. എനിക്ക് എന്താ ഒരു ഗിഫ്റ്റ് ഉറക്കത്ത് കാണുന്നത് എന്താണ്? അപ്പൊ എന്താണ് ഇന്ന് ഞങ്ങളെ, അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അത്രയേ ഉള്ളൂ.